ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് അംഗമായ അബ്ബാസ് ഇടപ്പള്ളിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് നികത്താനാവാത്ത നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു. മൂവാറ്റുപുഴ പ്രസ് ക്ലബ് അംഗവും മെട്രോ വാർത്താ ലേഖകനും മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകനുമായിരുന്ന അബ്ബാസ് ഇടപ്പള്ളിയുടെ നിര്യാണത്തിൽ മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ അനുശോചന യോഗം ചേർന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ബിജു അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ഗതാഗത വകുപ്പ് സെക്രട്ടറി PB നൂഹ് IAS, മുൻ MLA-മാരായ ബാബു പോൾ, എൽദോ എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, മൂവാറ്റുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, സാബു ജോൺ, KM അബ്ദുൾ മജീദ്, അജ്മൽ ചക്കുങ്കൽ, ജോളി ജോർജ്, അരുൺ P മോഹൻ, സജി ജോർജ്, PA ബഷീർ, T ചന്ദ്രൻ, നസീർ അലിയാർ, AK അയ്യൂബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സൗഹാർദ്ദപരമായ സമീപനവും സഹകരണ മനോഭാവവും കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന അബ്ബാസിന്റെ വിയോഗം നാടിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് യോഗം അനുസ്മരിച്ചു. സമയമില്ലാതെ ഓടുന്ന ആളുകൾ ആ ഓട്ടത്തിനിടയ്ക്ക് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട്, കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട്, കുറച്ചുകൂടി മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടി സമയം മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ പക്ഷെ അബ്ബാസിനെ പോലെയുള്ള ആളുകളോട് അവർ ചെയ്തിരുന്ന അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും കോപ്പി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ പ്രിയപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മളെല്ലാം വളരെ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അബ്ബാസ് ഇടപ്പള്ളിയുടെ അന്ത്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.